അത് അവര് വരുമാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു. ആവശ്യക്കാരൻ വാങ്ങി കുടിച്ചാൽ മതിയല്ലോ, ഇല്ലാത്ത വാങ്ങി കുടിക്കരുത്. അവനവന്റെ കുടുംബത്തിന്റെ അതൊക്കെ ശരിയാണ്. മക്കളുടെയും കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യം നിറവേറ്റി. ഹായ് ഹലോ പ്രിയങ്ങളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴേ ഇന്നൊരു ലീവ് ഡേ ആണ്. എനിക്ക് ഓർമ്മയിൽ ഞാൻ അങ്ങനെ ലീവ് എടുക്കാറേ ഇല്ല കേട്ടോ. അത്യാവശ്യ കാര്യത്തിന് അവിടെ നിന്നെല്ലാം നമുക്ക് പോകാൻ അനുവാദമുള്ളത് കൊണ്ട് ലീവ് എടുക്കാറില്ല. അപ്പം പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും എനിക്ക് ഒത്തിരി സപ്പോർട്ടായിട്ട് എന്നെ കമൻറ്റ് തന്നിട്ട് നല്ല നല്ല കമൻറ്റുകൾ ഇട്ടിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടായിട്ടും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയല്ല പറയണത്. ഉള്ളത് പറയുന്ന അല്ലെങ്കിൽ എന്നെ ചേർത്ത് നിർത്തുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അവരോടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം നിങ്ങൾ തരുന്ന ഒരു ചെറിയ ചെറിയ കമൻ്റ് ആണെങ്കിലും എന്നെ സ്ഥിരമായിട്ട് ഞാനിങ്ങനെ നോക്കുന്ന കുറച്ച് ചേച്ചിക്കുട്ടികളും കുറച്ച് കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു കമൻറ്റ് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് എനിക്ക് ഒത്തിരി എന്താ പറയുക പോസിറ്റീവാണ് കേട്ടോ. എനിക്കത് എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും വേദനയെയും സങ്കടത്തെയും ഒക്കെ മറക്കാനുള്ള ഒരു മരുന്നായിട്ടാണ് ഇപ്പം ഞാനിത് കാണുന്നത് കേട്ടോ. യൂട്യൂബ് തന്നെ ശരിക്കും പറഞ്ഞാൽ എന്നിലെ ഒരു എന്താ പറയുക ആ ഒരു വിഷമത്തെ മറയ്ക്കാനുള്ള ഉപാധിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ സ്ഥിരമായിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇപ്പോഴൊക്കെ പ്രത്യേകിച്ച് നമ്മളെ ഒരു എന്താ പറയുക യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒത്തിരി പേര് പുറത്തുള്ള ആളുകളെ ജോലി അവിടെ നഷ്ടമായിട്ട് തിരിച്ചു വരേണ്ടി വരുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ജോലിയിൽ നിന്ന് പോരേണ്ടി വരുന്നു. ജോലി ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ ജീവിത സാഹചര്യം മോശമാവുന്നവരുണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാവുന്നവരുണ്ട്. അവിടുത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിച്ച് പോന്നിട്ട് അവർ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരുമ്പം അല്ലെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നവരാണല്ലോ. അപ്പോൾ എന്താ പറയുക, അവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് ജോലി ചെയ്ത് ഇവിടുത്തെ കുടുംബത്തെ അവിടുത്തെ കുടുംബവും ഒരുമിച്ച് പോറ്റിക്കൊണ്ട് പോണ ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ. അവരെയൊക്കെ ദൈവം സഹായിച്ച് അവരൊക്കെ ഓർക്കാറുണ്ട്. അവർക്ക് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കാറുണ്ട്. ഈശ്വര ജോലിയിലും കാര്യങ്ങളിലൊക്കെ അവിടെ തുടരാൻ കഴിയട്ടെ, ഇവിടെ ഉള്ളവർക്കും വിഷമമില്ലാതെ അവിടെ ഉള്ളവർക്കും വിഷമമില്ലാതെ കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായിട്ട് കിട്ടട്ടെ തമ്പുരാനോട് പറയാറുണ്ട്. പിന്നെ അല്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പണ്ടൊന്നും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാറില്ലായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേൽക്കും, കുളിക്കും, വിളക്ക് കത്തിക്കാറുണ്ട് ചില സമയത്തൊക്കെ, ഇടയ്ക്കൊക്കെ. സ്ഥിരമായിട്ട് അതുമില്ല കേട്ടോ. എനിക്കിഷ്ടമാണ്, ആഗ്രഹമുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ സാധിക്കുമായിരിക്കും അങ്ങനെ. അപ്പം ഞാൻ എഴുന്നേറ്റ് എൻ്റെ കുട്ടിക്കാലത്തെ ആരും പറഞ്ഞു തന്നിട്ടല്ലെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിലത്ത് തൊട്ട് നെറിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോരുമായിരുന്നു. പിന്നെ വെള്ളം കുടിക്കുന്നതും ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേറ്റും പോരാറുണ്ടായിരുന്നത്. കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കാറുണ്ടായിരുന്നത്. അത് കുട്ടിക്കാലത്തും അങ്ങനെ തന്നെയാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ചെറിയ രീതിയിൽ യോഗയും കൂടെ ചെയ്യും. അപ്പോൾ രാവിലെ വൈകി എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ വൈകിപ്പോയാൽ കഴിഞ്ഞു കേട്ടോ. വൈകിപ്പോയാൽ നമുക്ക് അത്ര ഒരു ഉഷാറ് കിട്ടില്ല. ഒരു 6 മണി ആവാൻ പാടില്ല. ഒരു 5-5:30 ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവായിട്ടൊരു എനർജിയാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. നമ്മളെ ശരീരത്തിന് മൊത്തത്തിൽ അത് നമുക്കൊരു എനർജി തരും. പിന്നെ നമുക്ക് എന്താ പറയുക, തന്നിട്ടുള്ള ഓരോ ദിവസവും നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു സന്തോഷമാണെങ്കിൽ സന്തോഷം എല്ലാത്തിനും ദൈവത്തിനോട് നമ്മൾ താങ്ക്ഫുള്ളായിരിക്കുക. എപ്പോഴും നമ്മളത് പറയണം. നമ്മൾ എന്നും അമ്പലത്തിൽ പോയില്ലെങ്കിലും എന്നും പള്ളിയിൽ പോയില്ലെങ്കിലും അങ്ങനെയൊന്നും അല്ലെങ്കിലും പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലത് ദൈവത്തിനോട് കടപ്പെട്ടിരിക്കണം. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പ്രാർത്ഥിക്കും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളങ്ങോട്ട് പണി തുടങ്ങും കേട്ടോ. പിന്നെ ഇന്ന് എന്താണെങ്കിലും തട്ടിപ്പടക്കലുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് സ്വസ്ഥമായിട്ട് സാവധാനം തുടങ്ങിയാൽ മതി. പിന്നെ ഇന്ന് ദുഃഖവെള്ളിയാണ്. ലോകത്തിലെ സകല ജനങ്ങൾക്കും വേണ്ടിയിട്ട് ജനങ്ങളുടെ രക്ഷകനായ ഈശോയെ കുരിശിലേറ്റിയ ദുഃഖത്തിൻ്റെ ദിനം. അങ്ങനെ ദുഃഖവെള്ളിയായി. അപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ചും പറയാൻ അറിയില്ലെങ്കിലും കുട്ടിക്കാലം തൊട്ടിട്ട് അമ്മയൊക്കെ പണിയെടുക്കുന്നത്, അമ്മയും അച്ഛനൊക്കെ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലായിരുന്നു കൂടുതലും പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെയും കൊണ്ടായിരുന്നു അമ്മ പണിക്ക് പോകും. അമ്മ പറമ്പിലെ പണിക്ക് പോകുമ്പം എന്നെയും കൊണ്ടുപോകും.
അപ്പോൾ പറമ്പിലോട്ട് എന്നെ കൊണ്ടുപോകാൻ അമ്മച്ചിയൊന്നും സമ്മതിക്കില്ലായിരുന്നു. അമ്മ കൂടുതലും എൻ്റെ കുട്ടിക്കാലത്ത് വാമുറ്റത്ത് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി അവിടെയുള്ള അമ്മച്ചി എന്നെ പറമ്പിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എന്നെ അമ്മച്ചീൻ്റെ കൂടെ നിർത്തും വീട്ടിൽ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ട് അമ്മച്ചി എന്ത് ചെയ്യും, ഭക്ഷണവും തരും. അതുപോലെ തന്നെ പക്ഷെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പിന്നെ എന്നെ കാണുമ്പോൾ അത് മമ്മി അവിടുത്തെ ടീച്ചറാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും പറയുമായിരുന്നേ, എനിക്ക് ആ വീട്ടിൽ നിന്ന് എന്ത് സാധനം തന്നാലും അത് ഇപ്പുറത്തെ കൈ പിടിച്ചിട്ട് ഞാൻ പറയും, എനിക്ക് ഒരെണ്ണം കൂടെ വേണം. അപ്പോൾ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ ചേട്ടായിക്ക് കൊടുക്കാനാന്ന്. അത് തന്നു കഴിയുമ്പോൾ പറയും എനിക്ക് ഒരെണ്ണം കൂടെ വേണം, അതാർക്ക് അമ്മയ്ക്കാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ വാങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ പിന്നെ അതുകൂടാതെ തന്നെ നന്മ നിറഞ്ഞ മറിയമേ അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ ഞാൻ അവിടെ നിന്നിട്ട് കുരിശ് വരയ്ക്കുന്ന സമയത്തൊക്കെ മിക്കവാറും അവിടെ വീട്ടിലുണ്ടാവും. അപ്പം ഇരുന്ന് അമ്മച്ചീൻ്റെയൊക്കെ കൂടെ ഇരുന്ന് കുരിശ് വരച്ച് പഠിച്ചു. അതൊക്കെ കുട്ടിക്കാലത്ത് നടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ പണിയെടുക്കാൻ പോകുന്ന സമയത്തൊക്കെ പഠിച്ച് അങ്ങനെ നമ്മളെ കുട്ടിക്കാലം അങ്ങനെയാണല്ലോ. അപ്പം പറഞ്ഞ് എത്തിയിട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ വേറെയുണ്ട് പറയാനേ. എവിടുന്നൊക്കെ പോയിട്ട് കണ്ട് വീണതാണ്. പനക്കഷ്ണത്തിൻ്റെ അടിയിലായിരുന്നു കാണാൻ. ഇന്നലെ ഭയങ്കര കണ്ടപ്പോൾ തൊട്ട് മനസ്സിലായിട്ടില്ല, രാവിലത്തേക്കായ അമ്മോ കുറേ ഞാൻ പാരമ്പര്യത്തിൽ വെച്ച് കുത്തി വെച്ചിട്ട് തേങ്ങ പൊട്ടി. ഞാനിപ്പോൾ വീഡിയോ ഓണാക്കി നോക്കിയപ്പോഴാണ് കേട്ടോ ചേട്ടായി ചെയ്ത് കൈവിരലൊക്കെ എൻ്റെ നേരെ പിടിച്ച് വെക്കും ഞാൻ കാണുന്നത്. ക്യാമറയ്ക്കുള്ളിലോ കൈവിരലിനുള്ളിലോ എന്നെ ഉൾക്കൊള്ളിച്ചൊക്കെ പിടിച്ച് നോക്കിയതാണെന്ന് തോന്നി. എനിക്ക് കണ്ടപ്പോൾ ശരിക്കും സന്തോഷമാണ് തോന്നിയത്. ഞാനിവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനിപ്പോഴാണ് അത് കാണുന്നത്. അപ്പോൾ എന്താണെന്നറിയോ, തേങ്ങയില്ല എന്ന് കുറേ ദിവസമായിട്ടോ പറയണത്. തേങ്ങയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പത്തിന് അരക്കലില്ല കേട്ടോ. കൊണ്ടുവരാൻ പറയുമ്പോൾ മറന്നു പോകും. പിന്നെ വൈകുന്നേരം പറയാൻ ഓർക്കില്ല അങ്ങനെ കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ നമുക്ക് പുറകിലൊരു തെങ്ങുണ്ട്, മുന്നിലൊരു തെങ്ങുണ്ട്. ഈ പുറകിലെ തെങ്ങിന് കേടാണ് തേങ്ങ. ചിലതൊരു 10 വീണ് ഒരു 5 കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ പലകേൻ്റെ അടിയിലൊരു തേങ്ങ വീണ് കിടക്കണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് രാവിലെ തന്നെ എടുത്തുകൊണ്ട് വന്നത്. ഇന്നലെ രാത്രി ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ രാവിലെ എടുത്തുകൊണ്ട് വന്ന് എന്തായാലും മെല്ലെ കുത്തിപ്പൊളിച്ചു ഇങ്ങനെ ഒക്കെ ആക്കി. എന്താ പറയുക, പിന്നെ ഞാൻ പറഞ്ഞു എന്നിട്ട് ഇന്ന് കടിയൊന്നും ഉണ്ടാക്കുന്നില്ല, കഞ്ഞി കേട്ടോ. അപ്പം എന്നാൽ എനിക്ക് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതായാലും പോവുമല്ലേ എല്ലാവരും, എല്ലാം കഴുകി കമത്തി ഒഴിവാക്കണമല്ലോ, പിന്നെ ചായക്ക് കടി എല്ലാം കൂടി ആക്കണ്ട, കഞ്ഞി വെക്കാമെന്ന് ഓർത്തിട്ടാന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് വന്നോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എവിടെയോ ഹോട്ടലൊന്നും തുറക്കില്ല ഇന്ന്, അപ്പം എവിടെ നിന്ന് കിട്ടാനാ, പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, ചെറിയ അത്യാവശ്യ പണിയായതുകൊണ്ട്, അല്ലാതെ അവർ എടുപ്പിക്കില്ല, അങ്ങനെ എടുപ്പിക്കാൻ സാധ്യതയില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവർ വീട്ടിലാണെങ്കിൽ അവർ കഞ്ഞിയാണെന്ന് സാധാരണ വെക്കുക, കഞ്ഞി എന്തെങ്കിലും ചമ്മന്തി അച്ചാറൊക്കെ ആയിട്ട്. ഇന്നത്തെ ദിവസം ദുഃഖവെള്ളിയാണ്, അതുകൊണ്ട് തന്നെ വലിയ ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു അതൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ എന്തോ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പം മദ്യപാനത്തിൻ്റെ കാര്യം, ഈ കള്ള് മദ്യപാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നു. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയായിട്ടോ പിന്നീട്. അപ്പം
അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് സത്യം പറഞ്ഞാൽ കുടുംബങ്ങൾക്കിടയിൽ അത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിലും അതുപോലെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളോടാണെങ്കിൽ പറയാനുള്ളത്, ലഹരിയാണ് നിങ്ങൾക്ക് ലഹരി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മയക്കുമരുന്നോ മദ്യമോ അങ്ങനെയുള്ള ലഹരിയാണ് നിങ്ങളിലെ ലഹരി എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുടുംബങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അല്ല, നിങ്ങൾക്ക് കുടുംബവും നിങ്ങളുടെ അല്ലെങ്കിൽ കുടുംബം, ജീവിതം, കുട്ടികൾ അവരും കൂടിയാണ് നിങ്ങളുടെ ലഹരി ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കുടുംബമായവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിലിരുന്ന് കൊണ്ട് അല്ലെങ്കിൽ കുടുംബമായി, ഭാര്യയായി, മക്കളായി, അമ്മയും അച്ഛനും അവരുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മദ്യപിക്കാൻ ഒരു അർഹതയില്ല. ഞാനതെപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടിസ്ഥാനപരമായിട്ട് കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ഇല്ലെങ്കിലും, വലിയ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ അവരുടെ നിറവേറ്റി കൊടുക്കാൻ പറ്റുക, അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റുക, വീട്ടിലെ കാര്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മദ്യപിച്ച് നടക്കാം. കാരണം പണിയെടുക്കുന്ന കൂലിയിൽ നിന്ന് 1000 2000 എടുത്ത് കുടിക്കാം. പക്ഷേ അതേപോലെ നമ്മളെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും കൂടെ നിറവേറ്റാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ അതിൽ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്ത പക്ഷം മദ്യപിക്കുന്നവരോട് എനിക്ക് അവഗണനയേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കുടുംബത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചൊന്നും അവരൊരിക്കലും ബോധേഡാവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ പറയണം, കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, എന്ത് പെരുമാറണം, അല്ലെങ്കിൽ വീട്ടിൽ വന്നവരോടോ അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റിനുള്ളവരോടോ അല്ലെങ്കിൽ വരുന്നവരോടോ അങ്ങനെയൊക്കെ പുറത്തുള്ള ആളുകളോടാണെങ്കിലും മദ്യപിച്ച് കഴിഞ്ഞിട്ട് മാന്യമായിട്ട് ഇടപഴകാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പണിക്ക് നിൽക്കാതിരിക്കുക, അല്ലേ? അല്ലാതെ ഈ രീതിയിലാണ് ഞാൻ കുടിച്ച് എൻ്റെ സ്വഭാവം മാറും എന്ന് 1-2 വട്ടം കൊണ്ട് ആൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അങ്ങനെയുള്ളവരെയാണ് മനുഷ്യരെന്ന് നമ്മൾ പറയേണ്ടത്. കാരണം വിവരവും ബുദ്ധിയൊക്കെ തന്നിട്ടുള്ളത് മനുഷ്യനാണല്ലോ. അപ്പം ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം വളരെ മോശമാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അത് വേണ്ടാന്ന് വെക്കണം. അതാണ് വിവേകമുള്ള മനുഷ്യൻ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾ എന്നിട്ട് പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഇത് കണ്ട് വളരുന്നു, അവരും അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെയുള്ള കുറേ ചർച്ചകളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടോ. എവിടെയോ ഇങ്ങനെ ഒരു സ്ഥലത്തെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മളെ ചാനലും ആളുകളൊക്കെ കാണുന്നതാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ കള്ളിൻ്റെ ഈ ബ്രാൻഡി വിൽക്കുന്ന ഔട്ട്ലെറ്റ് വരുന്ന കാര്യം വന്നപ്പം ആ നാട്ടിലെ ആളുകൾ അത് തടഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിലും കുറേ ആളുകൾ ഇത് രഹസ്യമായിട്ട് വിൽപ്പന നടത്തുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ വരുന്ന സ്ഥാപനത്തിന് തടയണത് തന്നെ. അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന സംഭവം, ഈ പറയുന്ന ലഹരി, മദ്യം കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ആണ് നമ്മളെ സമൂഹത്തിൽ ഇതിനൊക്കെ വിൽക്കാനും കുടിക്കാനും അത് ഒക്കെ അനുമതി തന്നിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിർത്തലാക്കിയിരുന്നെങ്കിൽ ഇത് ആളുകൾക്ക് കിട്ടാതിരുന്നേനെ. എന്നാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് കിട്ടാനില്ലല്ലോ എന്നോർത്ത് അങ്ങനെയെങ്കിലും. ഇതിപ്പം കിട്ടാനുള്ളത് കൊണ്ട് ഗവൺമെൻറ് തന്നെ ഇതിനുള്ള എന്താ പറയുക, ഇത് കൊടുക്കാനുള്ള വഴികൾ നമുക്കൊന്നും നമ്മൾ വിഷയം മാറിയിട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നും പറയാനില്ല. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, എന്തും കിട്ടാനുണ്ട്, എന്തും. പെണ്ണിന് പെണ്ണ്, മദ്യത്തിന് മദ്യം, ലഹരിക്ക് ലഹരി, കഞ്ചാവിന് കഞ്ചാവ്, എന്തും കിട്ടാനുണ്ട്. എന്തും ഏത് വിധേന എന്തും കിട്ടും. നമ്മളാണത് എന്ത് വാങ്ങണം അല്ലെങ്കിൽ എന്ത് നമ്മൾ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് തരുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വേണ്ടത് മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതൊക്കെ പോട്ടെ. ഞങ്ങളങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അതൊക്കെ ചർച്ച കഴിഞ്ഞു. ഏകോട് ചേട്ടായി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ തുണികൾ ഓരോരുത്തർക്കുള്ളതും വേണമല്ലോ. അപ്പോൾ അതെല്ലാം തിരയലും പെറുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ അന്ന് തന്നെ രാവിലെ ഇടാൻ വേണം, വൈകിട്ടാണ് റിസപ്ഷൻ, അപ്പോൾ വേണം. നല്ലത് 2 അന്ന് വേണം. പിന്നെ തലേ ദിവസം നാളെ ഇടാൻ വേണം. നാളെ പകൽ മുഴുവൻ മക്കളല്ലേ ഓടി കളിക്കുമ്പോൾ എങ്ങനെയായാലും ഇതാവുമല്ലോ. അപ്പം കല്യാണത്തിനേക്കുള്ള നമ്മൾ പാലക്കാട് പോയി വരുന്ന വഴി ആദ്യക്കൂട്ടനും മോനൂസിനും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ
ഒരു എന്താ പറയുക, അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റും കൂടി ആയിട്ടാണ് ഇന്നലെ എന്താ പറയുക, ഒരു സന്തോഷത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും ഒക്കെ ഒരു സമ്മാനമായിരുന്നു കേട്ടോ ഇന്നലെ കിട്ടിയത്. അപ്പോൾ അവന് അതുകൊണ്ട് തന്നെ അതിൽ ചെരുപ്പ് രണ്ടുപേർക്കും, ആദ്യകൂട്ടന് പിന്നെ ഒരു നല്ല ചെരുപ്പ് ഇല്ലായിരുന്നു. അവന് കുറച്ച് ദിവസമായി അവൻ്റെ ചെരുപ്പ് പോയതിൻ്റെ വഴിയിൽ കുറച്ച് വിഷമമൊക്കെ അവന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് കാണുന്നില്ല. എന്നിട്ടും അവന് പിന്നെ ചെരുപ്പ് ആവശ്യപ്പെട്ടേ ഇല്ല. ഇവിടെ ഒരു പഴയ ഷൂ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ട് ആൾ പോയി. പിന്നെ തൽക്കാലം ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു കേട്ടോ. പിന്നെ എന്തായാലും വേണ്ടില്ല, വാങ്ങണം എന്ന് ഓർത്ത് നിന്നാണ്. ഇന്നെന്തായാലും വാങ്ങണം എന്നൊക്കെ ഓർത്താണ്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഇന്നലെ വാങ്ങി. ചെരുപ്പ് ആദ്യകൂട്ടന് നല്ലൊരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ കടയിൽ ചെന്നിട്ട് എന്താ തിരയാനും നോക്കാനൊന്നും എനിക്ക് പിന്നെയും കുറച്ചൊക്കെ എടുത്തിട്ട് നോക്കണമെന്നുണ്ട്, അവർക്ക് നോക്കാനില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ ചെരുപ്പ് എടുത്തപ്പോൾ തന്നെ ആദ്യകൂട്ടൻ പറഞ്ഞു ഇത് മതി, ഇത് മതി ഓക്കെ. പിന്നെ മോനൂസിനാണെങ്കിലും നോക്കാനില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട്, പാൻ്റൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വള്ളി കെട്ടുന്നുള്ള ചെരുപ്പൊക്കെ വേണോ? ഇത് മതി അമ്മേ, ഇതാ സുഖം. പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ തുണിക്കടയിൽ പോയിട്ട് ഇങ്ങനെ ഡെയിലി യൂസിന് പറ്റിയ ആദ്യകൂട്ടന് 2 നിക്കറും ബനിയനും വാങ്ങി. മോനൂസിന് പിന്നെ നിക്കർ വാങ്ങിയിട്ടില്ല, ടീഷർട്ട് മാത്രം വാങ്ങി. അപ്പോഴൊക്കെ പക്ഷേ അവരെൻ്റെ പുറകെ നടന്നു പോകുമ്പോഴൊക്കെ അവരെന്തിനാ കടയിൽ നിന്നും ആദ്യകൂട്ടം എനിക്കുള്ള ചെരുപ്പാണ് കാണിച്ചു തരുന്നത്. അമ്മ അത് വാങ്ങമ്മേന്ന്. എനിക്ക് തൽക്കാലം ഒരു ചെരുപ്പുണ്ട്, ഞാൻ ആ ചെരുപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളും, കുഴപ്പമില്ല അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. നടക്കുന്ന വഴി ഇരിക്കുന്ന വഴിയൊക്കെ അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു വഴിക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരാൾക്കുള്ള 2ആൾക്കുള്ള 3ആൾക്കുള്ളത് എടുത്ത് പെറുക്കി വെച്ചാൽ പോരാ, എല്ലാവർക്കും ഉള്ളത് പെറുക്കി വെക്കണ്ടേ. അതിലെന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ അതുമായി. എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ, ചെന്ന് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. അയ്യോ അതെടുത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരുത്തരെ നോക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും അവിടെ ചെല്ലുമ്പോൾ അയ്യടാ ഇതെടുക്കായിരുന്നു എന്ന് ഓർക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, മടക്കി വെക്കാനുള്ളത് കുറേയൊക്കെ മടക്കി വെച്ചു. അലക്കിയിടാനുള്ളത് ഞങ്ങൾ രാവിലെ തന്നെ അലക്കിയിടാമെന്ന് ഓർത്തു. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ ഉണങ്ങി കിട്ടില്ല. അപ്പം ഉണക്കിയിട്ട് എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അലക്കാനുള്ളതൊക്കെ ഒരു ഭാഗത്ത് ഇട്ടു. എന്നിട്ട് ഇത് രാവിലെ ഇവരെ ഉണർത്തിയതാണ് കേട്ടോ, നേരത്തെ എഴുന്നേറ്റ് മക്കൾ. കാരണം ഇവരിതൊക്കെ നോക്കിയൊക്കെ എടുത്തു വെക്കണമല്ലോ. അപ്പോൾ ഇല്ലാച്ചാൽ പിന്നെ വൈകിപ്പോയാൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ട് നേരത്തെ ഉണർത്തി എല്ലാവരെയും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ആലോചനയായിരുന്നു കേട്ടോ, എന്ത് ചെയ്യണം, എവിടെ വെക്കണം, എങ്ങനെ വെക്കണം. ഒരു ബാഗും ഉണ്ട്, 5 ആളും ഉണ്ട്. പിന്നെ അവസാനം ആദ്യകൂട്ടൻ മോനൂസ് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു ബാഗും കൂടി ഞങ്ങൾ എന്ത് ചെയ്തു, എടുത്തു കേട്ടോ. ആ ബാഗിലും കൂടി ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കൂടി സെറ്റപ്പ് ആക്കി വെക്കുന്ന ഇടയിൽ ഒരു വീഡിയോ പിടിച്ച് വെച്ചാണ് കേട്ടോ ഇത്. അങ്ങനെ അതെല്ലാം ആക്കി വെച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്തെന്ന് അറിയോ, ഒരു ചക്ക ഉണ്ടായിരുന്നു, ചെറിയ ചക്ക. അപ്പോൾ അത് കൊത്തൻ ചക്കയാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കഞ്ഞിയും ചക്കത്തോരനും ആക്കാമെന്ന് ഓർത്തിട്ട് ചക്ക എടുത്ത് നോക്കുമ്പോൾ 2-3 ദിവസമായിരുന്നു കേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ട്. ഇപ്പോൾ വാടിയിട്ടുണ്ടായിരുന്നേ, എന്നാലും ചെത്തി വേവിക്കാമെന്ന് ഓർത്തിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മഞ്ഞ കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് അവിടെ വെച്ചിട്ട് ആദ്യകൂട്ടം പറഞ്ഞാൽ തേങ്ങ ചിരകിയിട്ട കഞ്ഞി മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്യകൂട്ടം തേങ്ങ ചിരകിയിട്ട കഞ്ഞിയാക്കി. ഞങ്ങൾക്ക് സാധാ കഞ്ഞിയാക്കി കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. കഞ്ഞി കുടിക്കാൻ വേണ്ടി എടുത്ത്. അപ്പോഴത്തേക്ക് എന്തോ ആദ്യകൂട്ടനും എന്തോ ഒന്ന് ചെയ്തു കേട്ടോ. കുടുവിനെ എന്തോ ഒന്ന് ചെയ്തു. അപ്പോൾ കുടു കരഞ്ഞുകൊണ്ട് വരികയായിരുന്നേ. പിന്നെ കുടുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ അതിനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് കൊടുക്കണടാ നമുക്ക് എന്നൊക്കെ പറഞ്ഞാണ്. ഇരുട്ടത്ത് കിടത്തണം അല്ലേ, വെളിച്ചത്ത് കഞ്ഞി കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്തണം, വേണ്ടേ? നീ ഇങ്ങോട്ട് വേണം, അതിനെ ഞങ്ങൾ ഇരുട്ടത്ത് കിടത്തും. അങ്ങനെ ഞങ്ങൾക്ക് ഇതാ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. കഞ്ഞിയൊക്കെ കോരി കൊടുത്തു. വയറ് നിറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ അലക്കാൻ പോവാമെന്ന് ഓർത്തു. അപ്പം കുടുവിന് തേങ്ങ ചിരകിയിട്ട കഞ്ഞി വേണ്ട, സാധാരണ കഞ്ഞി മതി എന്ന് പറഞ്ഞു. ആദ്യകൂട്ടം തേങ്ങ ചിരകിയിട്ട കഞ്ഞി. അങ്ങനെ എല്ലാവരും ആളാം വീതം വയറ് നിറച്ച് കഞ്ഞി കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ദുഃഖവെള്ളിയായിട്ട് ഞങ്ങൾക്കും ഇന്ന് കഞ്ഞിയായിരുന്നു കേട്ടോ. പിന്നെ മുന്നത്തെ ചേച്ചി ആണെങ്കിൽ സാരി ബ്ലൗസ് അടിച്ച് തന്നത്. അപ്പോൾ ഞാനത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഇവരുടെ എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി എൻ്റേത് മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ സാരിക്കുള്ള ബ്ലൗസ് ചേച്ചിയായിരുന്നു അടിച്ച് തന്നത്. അപ്പോൾ ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ചേച്ചി ആ സാരി എൻ്റെ വക്കും അടിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ മെഷീൻ കുറച്ചായിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ട് അതിനി റെഡിയാക്കി എടുത്ത് കൊണ്ടുവരണം കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തയ്ക്കുകയാണ്, കുഴപ്പമില്ലേ. പിന്നെ സമയം എനിക്ക് കിട്ടിയുമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ചേച്ചീൻ്റെ കയ്യിലും കൊടുത്താണ്. ചേച്ചി നല്ല ബ്ലൗസൊക്കെ നന്നാക്കി അടിച്ചു തന്നു സിന്ധു ചേച്ചി. പിന്നെ സാരീൻ്റെ വക്കും അടിച്ചു തന്നു. പിന്നെ എനിക്ക് ചിന്നു അയച്ചു തന്ന 2 ചുരിദാറുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഷേപ്പാക്കി തന്നു. അതെല്ലാം ചെയ്ത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ. ഈ കല്യാണത്തിന് വേണ്ടി എനിക്കൊന്നും വാങ്ങേണ്ടി വന്നില്ല കേട്ടോ. ആ ഒരു സാരി ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയില്ലേ, ആ ഒരു സാരി. പിന്നെ അപ്പോഴത്തേക്കും ചിന്നുവിൻ്റെ സാരിയും ചുരിദാറൊക്കെ വന്നില്ലേ. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു, മക്കൾക്ക് വാങ്ങി.
കുടുവിന് ഇന്ന് പോകുമ്പോൾ വാങ്ങാമെന്ന് ഓർത്ത് ഒരു കൂട്ടം കുടുവിന് വന്നതുണ്ട്. പിന്നെ ഒരു കൂട്ടം കൂടെ വാങ്ങിയാൽ മതിയല്ലോ. പിന്നെ പണിക്കാരുണ്ട് കേട്ടോ, ഇന്ന് ചേട്ടന്മാർ പണിയെടുക്കുന്നുണ്ട്. നമ്മളെ ലിൻഡിൻ്റെ മുകളിലേക്കുള്ള പടവാണ് ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പടവ് കഴിഞ്ഞ ഉടനെ തന്നെ അനിഫാക്ക് അത് വാർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അതിനുള്ള മാർഗ്ഗം നമ്മൾ എന്താണെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ. അപ്പം എങ്ങനെയായാലും നമ്മളത് ചെയ്ത് തീർക്കണമെന്നാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പിന്നെ തുണിയൊക്കെ മിറ്റലിൻ്റെ മുകളിലൂടെയൊക്കെ ഇട്ട് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയതൊക്കെ നമ്മൾ എടുത്ത് വെച്ചു. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം വേഗം അലക്കെല്ലാം കഴിഞ്ഞല്ലോ വേഗം വന്ന് 2 ബീട്രൂട്ട് എടുത്ത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു കേട്ടോ. ബീട്രൂട്ട് എടുത്തു, തോരനും വെച്ചു. ഒരു വാഴക്കയും 2 തക്കാളി ഇട്ടിട്ട് കറിയും വെച്ചു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് നാളെ മറ്റന്നാളൊക്കെ വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ, തിങ്കളാഴ്ചയാണ് വരുള്ളൂ. തിങ്കളാഴ്ച വരെ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാ വീഡിയോ പിടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ പിടിച്ചിട്ട് നിങ്ങളോട് വിശേഷങ്ങൾ പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് ഇപ്പോൾ സത്യമായിട്ടും. എല്ലാ ദിവസവും എന്തെങ്കിലും നിങ്ങളോട് എത്ര വിഷമം, ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നിങ്ങൾ ഈ കാണുന്നതൊന്നും ആയിരിക്കില്ല. എന്നാൽ പോലും നിങ്ങളോട് എന്തെങ്കിലും ഒരു വിശേഷം പറയണമെന്നുള്ളത് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് കേട്ടോ. അപ്പം നിങ്ങളോട് മിണ്ടിയില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഇങ്ങനെ തോന്നും. അതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിലൊരു വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടും. പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം അവർ ചേട്ടന്മാരാണെങ്കിലും മുകളിലേക്ക് ഈ കോണി വെച്ച് കയറി പോകണം, വെട്ടുകല്ല് ചുമന്ന് കയറ്റിക്കൊണ്ട് പോകണം കേട്ടോ. അവർ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ എന്തായാലും വേണ്ടില്ല, പടവൊക്കെ കഴിയാനായിട്ടുണ്ട്. അടുത്ത ആഴ്ചയായിട്ട് പല കടിക്കും തോന്നുന്നു വാർപ്പിനുള്ള. പിന്നെ നമ്മളിതാ ചോറൊക്കെ എടുത്തു, ബീട്രൂട്ട് തോരനും കറിയൊക്കെ എടുത്തിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ കൂടുതൽ തിന്നാൻ ലേശം മടിയായിരുന്നേ. പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു സന്തോഷം എന്നുള്ള സ്കൂട്ടർ കൊണ്ടാണ് പോകണമെന്നുള്ളതാണ്. ഞാൻ ഒരു വട്ടം നാളൊന്ന് പോയി വണ്ടിയും കൊണ്ട് വയനാട് കയറി. ഇനി 2ാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ പോണത്. സ്കൂട്ടർ ഓടിച്ച് യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 വീലർ ഓടിച്ച് പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറകിലിരുന്ന് പോകുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഓടിച്ചാണ് പോണത്. അങ്ങനെ ചോറുണ്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിന്തകൾ ഇങ്ങനെ പല വഴിക്ക് പോകും കേട്ടോ. ഞാൻ അപ്പോഴേക്കും ആലോചന തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഈശ്വരാ എന്തെങ്കിലും മറന്നുപോയോ, എന്തെങ്കിലും എടുത്തു വെക്കാത്തതുണ്ടോ, ഇതൊക്കെ ചിന്തിച്ചാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. അങ്ങനെ കുടുവിനിതാ ചോറ് കഞ്ഞിവെള്ളം കൂട്ടിയാണ് കേട്ടോ ഞാൻ ലേശം ചോറ് എടുത്തത്. കാരണം ഇന്ന് രാവിലെ കഞ്ഞി ആക്കിയായിരുന്നല്ലോ, അപ്പോൾ അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞില്ലായിരുന്നു. കുത്തരീൻ്റെ ചോറായിരുന്നു, റേഷനരി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വന്നിട്ട് വേണം അരി വാങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് കുത്തരി വാങ്ങിയതായിരുന്നേ. അപ്പോൾ അതിലെ കഞ്ഞിവെള്ളം കളഞ്ഞില്ല. അപ്പോൾ അതിലേക്ക് ബീട്രൂട്ട് തോരനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വയറ് നിറച്ച് കഞ്ഞി കുടിച്ചു. അങ്ങനെ കുടുവിന് വയറ് നിറച്ച് കൊടുത്തതിന് ശേഷം ഇന്ന് പിന്നെ ഞാനങ്ങ് വാരി കൊടുത്താണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് തിന്ന് കഴിയൂല. പിന്നെ എനിക്ക് എൻ്റെ പണിയെടുക്കാൻ പോകാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം അവന് വാരി കൊടുത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും കൂടെ ചോറുണ്ടു. പിന്നെ എന്താ പറയുക, കുടുവിന് ഉടുപ്പിട്ടില്ല, നിക്കർ മാത്രം ഇട്ടുകൊണ്ടാണ് നടക്കണത്. ഇതെന്തിനാ തല തോർത്തിട്ടെന്നറിയോ, വെറുതെ സൂര്യൻ കറുത്തുകൊണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ.
വേഗം പാത്രങ്ങളെല്ലാം നമ്മളെങ്ങോട്ടും പോവുകയാണെങ്കിൽ നമുക്ക് വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കണം, അതെല്ലാം കഴുകി പെറുക്കി വൃത്തിയാക്കണം, അതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നതാണല്ലോ നമുക്ക് തൃപ്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഒഴിവാക്കി. ചോറ് കൊടുത്ത എല്ലാം വെച്ച പാത്രവും കഞ്ഞി ഊറ്റിയ ചെമ്പും അതെല്ലാം കഴുകി കമത്തി ചോറും പാത്രവും എല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആദ്യകൂട്ടൻ്റെ മുടി സൈഡൊന്ന് റെഡിയാക്കാം, ചേട്ടായിക്ക് മുടി വെട്ടാനും ഷേവ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടായിക്ക് കുറച്ച് നേരത്തെ പണി ഉണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് അവർ മുടി വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനും മോനൂസും കൂടുമൊക്കെ റെഡിയായി. ഞാനിട്ടത് ചിന്നു തന്ന ചുരിദാറാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഞങ്ങളിതാ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. കുടുവിനെ കാണിച്ചെടുത്തേ, കുടു ചിന്നുവാഞ്ചി അയച്ചു കൊടുത്ത ഉടുപ്പാണ് കേട്ടോ ഇട്ടത്. ഞാനും കുടു. അപ്പം ഞങ്ങൾ മാറ്റിയിട്ട് ഇനി അവർ വരുന്നവരെ ഞങ്ങളെല്ലാം ഒന്നുകൂടിയൊക്കെ ഒന്ന് നോക്കും എന്തൊക്കെ മറന്നിട്ടുണ്ടോയെന്ന്. അപ്പം ഈ കല്യാണ വീഡിയോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇടാൻ പറ്റുകയാണെങ്കിൽ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ പിടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പം ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എഴുതി കാണിക്കുന്നവിടെ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. താങ്ക് യു പറ കൊടു. വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. ഓക്കെ.